ഹലോ, നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എൻ്റെ ചാനലിൽ തന്നെ പലപ്പോഴായി നിങ്ങൾ കണ്ടിട്ടുണ്ട് ട്രയറിൻ്റെ വീഡിയോ. ഞാൻ ഒരു കൊല്ലം മുമ്പ് മേടിച്ചതാണ് ഈ ട്രയർ. അപ്പോൾ മുളക് ഉണക്കുന്ന, മല്ലി ഉണക്കുന്ന വീഡിയോസ്, ഈ ട്രയറിൽ ഉണക്കുന്ന വീഡിയോസ് നിങ്ങൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. ഇത്തവണത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അങ്ങനെ ഉണക്കുന്ന വീഡിയോ ഒന്നുമല്ല, ഈ ട്രയറിൻ്റെ ഒരു റിവ്യൂ ആണ്. നമ്മൾ കാറ്, മൊബൈലൊക്കെ റിവ്യൂ ചെയ്യുന്ന പോലെ. അപ്പം ഏകദേശം ഒരു കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവ്സും ഒക്കെ മനസ്സിലായി. നെഗറ്റീവ്സ് അധികമില്ല, പോസിറ്റീവാണ് കൂടുതലും. അപ്പോൾ ഒരുപാട് പേര് ഫോൺ വിളിച്ച് എന്നോട് ഈ ട്രയറിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പം ട്രയറിനെ പറ്റി ഒരു വിശദമായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് പറയാമെന്ന് വെച്ചു. അപ്പോൾ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ മൊബൈലിൽ തന്നെയാണ്. നമുക്കങ്ങനെ ക്യാമറയും സെറ്റപ്പ് ഒന്നുമില്ല. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ കാണും. ഈ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഉപയോഗിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ അല്ല, എല്ലാ വീഡിയോ എടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ചില തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ക്ഷമിക്കുക. ഇതാണ് നമ്മുടെ ട്രയറിൻ്റെ മുൻഭാഗം. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സെൻറ് തോമസ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ചിങ്ങവനമാണ്. ചിങ്ങവനം എന്നത് സ്ഥലപ്പേരാണ്. 1962 ഇവർ ഈ കമ്പനി സ്ഥാപിച്ചത്. ചിങ്ങവനം സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തിനും ചങ്ങനാശ്ശേരിക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കാം. ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത്. ഇപ്പോൾ ഞാൻ ഓണാക്കിയേക്കുവാണ്. ഇവിടെ ഒരു റെഡ് ലൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഇവിടെ ഒരു റെഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓണാക്കിയ ശേഷം ഇത് കഴുകിയ മുളക് ഇതിൻ്റെ അകത്ത് വെച്ച ശേഷം, മുളകാണെങ്കിലും മല്ലിയാണെങ്കിലും വെച്ച ശേഷം ഫസ്റ്റ് ഇത് ഓണാക്കുക, ഈ സ്വിച്ച് ഓണാക്കുക. അതിന് ശേഷം നമ്മളിത് ഈ സ്വിച്ച് ഓണാക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഫാനുണ്ട്. ആ ഫാൻ ഞാൻ കാണിച്ചു തരാം. അതിപ്പം കറങ്ങുന്ന ഒച്ചയാണ് ഇപ്പം കേൾക്കുന്നത്. പിന്നെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ 30 തൊട്ട് 30, 40, 60, 70, 80, 90, 100, 110 വരെ ടെമ്പറേച്ചറുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ടെമ്പറേച്ചർ ആവശ്യം, അത് എത്രയാണോ നമുക്കിത് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ നോബ് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചറാണ് നമ്മൾ ഇതുകൊണ്ട് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ മീറ്ററില്ലേ, ഈ മീറ്ററിൽ നമ്മുടെ ടെമ്പറേച്ചർ കാണിക്കും. ഇവിടെ ഇപ്പോൾ 20, 30 നമ്മൾ 60 വെക്കുന്നതെങ്കിൽ ഇത് കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഇതിങ്ങനെ കറങ്ങി 60 വരും. കാരണം 60 ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ ആയെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ 60 ഡിഗ്രി ഇതിനകത്തായി കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. അപ്പോൾ ഈ ലൈറ്റില്ലേ, ഈ തെളിഞ്ഞിരിക്കുന്ന ലൈറ്റ് ഓട്ടോമാറ്റിക് കട്ടാവും 60 എത്തുമ്പോൾ. നമ്മൾ എത്രയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും ടെമ്പറേച്ചർ എത്തുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് കട്ടാവും. പിന്നീട് അത് കുറയുമ്പോൾ വീണ്ടും ഓണാകും, നമ്മുടെ AC ഒക്കെ പോലെ. ഇതിൻ്റെ താഴെ കാൽഭാഗങ്ങളിൽ 4 ടയറുണ്ട്. അപ്പോൾ നമുക്ക് യഥേഷ്ടം എങ്ങോട്ട് വേണേലും ഇത് നമുക്ക് ഉന്തി മാറ്റാം. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നമുക്ക് ഇത് എളുപ്പത്തിൽ തന്നെ മാറ്റാൻ സാധിക്കും. കഴുകിയ മല്ലി, മുളകൊക്കെ നമ്മൾ ഇതിനകത്ത് വെക്കുമ്പോൾ, ഇപ്പം കൊപ്രയൊക്കെ നമുക്ക് ഇതിനകത്ത് ഉണക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് കൊപ്ര ട്രയറാണ്. നമ്മളിത് മുളക്, മല്ലിയൊക്കെ ഉണക്കാൻ വേണ്ടി ഉള്ള രീതിയിൽ ഇതിൻ്റെ ട്രേ സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ജലാംശം ഉണ്ടല്ലോ, അപ്പോൾ ഈ ജലാംശം പോകാൻ വേണ്ടിയാണ് ഈ ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ ഇതുവഴി മുളകാണേലും മല്ലിയാണേലും കൊപ്ര ആണെങ്കിലും അതിൻ്റെ ജലാംശം മുകളിലോട്ട് പോകും. അപ്പോൾ അതിനാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ മെഷീൻ്റെ പുറകിൽ വെച്ചിരിക്കുന്ന മോട്ടർ. കുറച്ച് മുമ്പ് സൗണ്ട് കേട്ടത് ഈ മോട്ടർ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ടാണ്. ഇത് ഏകദേശം 1/2 HP മോട്ടറാണ്. അപ്പം ഇതിൻ്റെ അകത്തൊരു ഫിലിമെൻ്റ് ഉണ്ട്. ആ ഫിലിമെൻ്റ് നന്നായിട്ട് ചൂടാകുമ്പം ഇവിടുന്ന് ഒരു ഫാനുണ്ട് ഈ മോട്ടറിൽ. ഈ ഫാനിൻ്റെ ചൂട് കാറ്റ് കൊണ്ടാണ് ഈ മുളകാണെങ്കിലും മല്ലിയാണെങ്കിലും ഒക്കെ ഉണങ്ങുന്നത്. ഞാനിപ്പം അത് തുറന്ന് അകമൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഈ മെഷീൻ്റെ ഉൾഭാഗം. ഏകദേശം 8 ട്രേ ഉണ്ട്. ഇതൊക്കെ മല്ലി വെക്കാനുള്ള ട്രേ ആണ്. ഇത് താഴെ മുളക് വെക്കാനുള്ള ട്രേ. അങ്ങനെ ഏകദേശം 8 ട്രേ ഉണ്ട്. ഇത് നമുക്കിങ്ങനെ വലിച്ചൂരിയെടുക്കാൻ സാധിക്കും. ഇതൊരു അലമാരി പോലെയാണ്. നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാം. ഇത് മുളകൊക്കെ വെച്ച ശേഷം നമുക്കിത് നന്നായിട്ട് അടച്ച് വെക്കാം. ഇനിയിപ്പം ഉണങ്ങിയ ശേഷം നമുക്ക് ഇതിനകത്ത് വെക്കാം. ഇതിനകത്ത് ചൂടൊന്നും ഒട്ടും പോകത്തില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് ട്രേ ഒക്കെ ഒന്ന് എടുത്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ ട്രേ എല്ലാം എടുത്ത് പുറത്ത് തട്ടിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ട്രയറിൻ്റെ ഉൾഭാഗം. എല്ലാ ട്രേയും എടുത്ത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കിത് കാണാം, ഇതിൻ്റെ ഉൾഭാഗം എന്താണെന്ന്. നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് ശരിക്കും പറഞ്ഞാൽ കയറുന്നതിന് മുമ്പ് മുകളിലത്തെ സ്വിച്ചൊക്കെ ഓഫ് ചെയ്യണം. സ്വിച്ചൊക്കെ ഓണായി കിടന്നു കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. അപ്പം കുറച്ചൊന്ന് തെളിക്കാം. കണ്ടോ, അപ്പം നിങ്ങൾ കണ്ടോ, ഇവിടെയാണ് മുളകിൻ്റെ തട്ട് വരുന്നത്, മുളകിൻ്റെ മല്ലിയുടെയൊക്കെ തട്ട് വരുന്നത്. ഞാൻ കാണിച്ചില്ലേ, ആ തട്ട് ഇവിടെയാണ്.
ഇവത്തേലാണ് നമ്മൾ വെക്കുന്നത്. നിങ്ങൾക്കിത് കാണാം, അത് ഫിലിമെൻ്റാണ്. ഇതാണ് ഫിലിമെൻ്റ്. ഈ ഫിലിമെൻ്റ് നന്നായി ചൂടാകും. അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ച മോട്ടറിൽ പിടിപ്പിച്ചിരിക്കുന്ന ഫാനാണ് ആ കാണുന്നത്. നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നറിയത്തില്ല, ഞാൻ കുറച്ചൊന്ന് സൂം ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും, കുറച്ച് കാണാം. അതാണ് ഫാൻ. അപ്പം ഇത് നന്നായിട്ട് ചൂടാകും. അപ്പോൾ ആ ഫാനും ഒരുപോലെ കറങ്ങും. ചൂടാകുകയും ഫാൻ കറങ്ങുകയും ചെയ്യുമ്പോൾ അപ്പം പുറകിൽ നിന്ന് വരുന്ന കാറ്റടിച്ച്, ആ ചൂട് കാറ്റടിച്ചാണ് മുളക് ആയാലും മല്ലി ആയാലും ഒക്കെ ഉണങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ അകഭാഗം നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്ര ക്ലിയർ ഒന്നുമല്ല, ഞാൻ ഏകദേശം ഒന്ന് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ മെഷീനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളത് ഈ നമ്പറില്ലേ, സെൻറ് തോമസ്, ഞാൻ താഴെ ഈ നമ്പറിൽ കൊടുക്കാം. ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ അവർ കൂടുതലായിട്ട് പറഞ്ഞു തരും. ഇത് ഏകദേശം 1000 വാട്ട്സാണ്. ഏകദേശം 800 എന്നാണ് അവർ പറഞ്ഞത്. എന്നാലും മൊത്തത്തിൽ ഒരു 1000 വാട്ട്സ് കാണും. ഏകദേശം അവരുടെ ഒരു കണക്കിൽ ഞാൻ ചോദിച്ചപ്പോൾ 1.5 മണിക്കൂർ ഉപയോഗിച്ചാൽ 1 യൂണിറ്റ് എന്നാണ് പറഞ്ഞത്. എന്തായാലും എനിക്കങ്ങനെ വലിയ കറണ്ട് ചാർജ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ പറയാനുള്ളത്, നന്നായിട്ട് ശ്വാസം മുട്ടുന്നു ഇതിൻ്റെ അകത്ത് കയറിയിട്ട്, ശ്വാസം മുട്ടിപ്പോവും. പിന്നെ പറയാനുള്ളത്, കഴുകിയ മുളകൊക്കെ ആയാലും മല്ലി ആയാലും ഏകദേശം ഒരു 3-4 മണിക്കൂർ നമ്മൾ ഇതിനകത്ത് ഉണക്കണം. പെട്ടെന്നായി കിട്ടുമോ ചിലർ ചോദിക്കുന്നുണ്ട്. പെട്ടെന്നായി കിട്ടത്തില്ല. കാരണം ഇതിനകത്ത് ഫിലിമെൻ്റ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കോയിലല്ല. കോയിലാണെങ്കിൽ നമ്മുടെ കറണ്ട് ചാർജ് ഇവിടെ ഒന്നും നിൽക്കത്തില്ല. ഫിലിമെൻ്റ് ആയതുകൊണ്ടാണ് വളരെ സാവധാനം ഇത് ചൂടായി നന്നായിട്ട് ഉണങ്ങുന്നത്. എനിക്കത് അത്യാവശ്യം നല്ല മെഷീനായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ വില ഏകദേശം ഞാൻ മേടിച്ചത് 90,000 രൂപയ്ക്കാണ് ഈ മെഷീൻ മേടിച്ചത്. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവരെ തന്നെ വിളിച്ച് ചോദിക്കുക. ഞാൻ നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, നമ്പർ ഞാൻ കൊടുക്കാം. അവരെ തന്നെ വിളിച്ച് ചോദിക്കുന്നതാണ് എപ്പോഴും നല്ലത്, കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. എനിക്കിത് പൂർണ്ണമായ സംതൃപ്തി നൽകിയ ഒരു മെഷീനാണ്. ഞാനിപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് ഈ മെഷീനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.